കാവ്യ മാധവന്റെ സിനിമയിലേക്കുള്ള പ്രവേശനകാലം മുതൽ തന്നെ മകൾക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ടായിരുന്ന ആളാണ് അച്ഛൻ മാധവൻ. കുട്ടിക്കാലത്ത് വേദികളിലും സിനിമാ സെറ്റുകളിലും കാവ്യയ്ക്കൊപ്പം മാധവനെയും കാണാമായിരുന്നു. പല അഭിമുഖങ്ങളിലും കാവ്യ പിതാവിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ആ അച്ഛനെയാണ് കാവ്യയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയിലായിരുന്നു മാധവന്റെ അന്ത്യം. മഹാലക്ഷ്മിയുടെ പഠനകാര്യത്തിനാണ് കാവ്യ ചെന്നൈയിലേക്ക് മാറുന്നത്. മകൾക്കൊപ്പം കൂട്ടായി അദ്ദേഹവും അമ്മയും ചെന്നൈയിലേക്ക് കാവ്യയ്ക്കൊപ്പം മാറിയിരുന്നു. ചെന്നൈയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ മരണവും. അർദ്ധരാത്രിയിലായിരുന്നു ദിലീപിന് ആ ഫോൺ കോൾ വരുന്നത്. സമയം തെറ്റി വന്ന ഫോൺ കോൾ ആയതിനാൽ ദിലീപ് ഒന്ന് പേടിച്ചു. ഒറ്റ റിങ്ങിൽ തന്നെ ഭയത്തോടെയാണ് ഫോൺ എടുത്തത്. ഹലോ എന്നൊരു വാക്കു പറഞ്ഞതിനു പിന്നാലെ കേട്ടത് കാവ്യയുടെ നിലവിളിയോടെയുള്ള ശബ്ദമായിരുന്നു. കണ്ണീരിൽ മുങ്ങി വാക്കുകൾക്കിടയിൽ ശ്വാസം പൊടുന്ന കാവ്യയുടെ ശബ്ദം കേട്ട് ദിലീപ് തീരെ ആശയക്കുഴപ്പത്തിലാവുകയും അത്രയേറെ ഭയപ്പെടുത്തുകയും ചെയ്തു. എന്താണ് സംഭവിച്ചത് കാവ്യ എന്നാണ് ദിലീപ് തുടക്കത്തിൽ ചോദിച്ചത്. കാവ്യ മറുപടി പറയാൻ പറ്റാതെ കരയുകയായിരുന്നു. ദിലീപ് അത് കേട്ടുനിന്നു. എന്തെങ്കിലും വലിയ ദുഃഖമാണ് ആ ശബ്ദത്തിനുള്ളിൽ ഒളിച്ചിരുന്നത്. ഒടുവിൽ എല്ലാം ധൈര്യവും എടുത്ത് കാവ്യ പറഞ്ഞു, അച്ഛൻ മരിച്ചുവെന്ന്. ആ വാക്കു കേട്ടപ്പോൾ ദിലീപിനും ഒന്നും പറയാൻ പറ്റിയില്ല. ഒരു നിമിഷം മുഴുവൻ നിശബ്ദതയായി. ഫോൺ ലൈനിന്റെ അറ്റത്തുനിന്ന് തുടർന്നുണ്ടായിരുന്നത് കാവ്യയുടെ കരച്ചിലായിരുന്നു. ദിലീപിന് തനിക്കൊന്നും ചെയ്യാനാകാത്ത അവസ്ഥ. കാവ്യയുടെ അച്ഛൻ ദിലീപിനും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വാർത്ത ദിലീപിനെയും വലിയൊരു നഷ്ടമായാണ് തോന്നിയത്. മറുത്തൊന്നും പറയാനാകാതെ വാക്കുകളുമിടറി ദിലീപിന്. കാവ്യ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് ദിലീപ് ഫോൺ കട്ട് ചെയ്തു. തുടർന്ന് എത്രയും വേഗം കാവ്യയുടെ അടുത്തെത്തണമെന്നായിരുന്നു ചിന്ത. വാർത്ത കേട്ടയുടൻ തന്നെ മീനാക്ഷിയെയും കൂട്ടി ദിലീപ് ചെന്നൈയിലേക്ക് തിരിച്ചു. ഫ്ലൈറ്റിലാണ് രണ്ടുപേരും ചെന്നൈയിലേക്ക് പോകുന്നത്. കൊച്ചിയിലെത്തിച്ചായിരിക്കും പി മാധവന്റെ സംസ്കാരം നടത്തുക. അനേകം വർഷങ്ങളായി കൊച്ചിയിലായിരുന്നു മാധവനും കുടുംബവും സെറ്റിൽ ചെയ്തിരുന്നത്. കൊച്ചിയിൽ പഴയ തറവാട് വീടിന്റെ ശൈലിയിൽ കാവ്യമാധവൻ ആഗ്രഹിച്ചു പണിത വീടായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അതിനിടയിലാണ് കാവ്യ രണ്ടാം വിവാഹം കഴിക്കുന്നതും ദിലീപിന്റെ ആലുവയിലെ വീട്ടിലേക്ക് താമസം മാറ്റുന്നതും. അതേസമയം അച്ഛന്റെ വേർപാടിൽ തകർന്നിരിക്കുകയാണ് കാവ്യ. തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു മാധവന്റെ വേർപാട് സംഭവിച്ചത്. വിമാനം വഴിയായിരിക്കും മാധവന്റെ മൃതദേഹം കൊച്ചിയിലെത്തിക്കുക. കാവ്യ നിരവധി വർഷങ്ങളായി സിനിമാ മേഖലയിൽ ഉള്ളതിനാൽ തന്നെ അച്ഛൻ മാധവനും അമ്മ ശ്യാമളയുമൊക്കെ താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കുമൊക്കെ പരിചിതരാണ്. പലരുമായും അടുത്ത ബന്ധവും കാത്തു സൂക്ഷിച്ചിരുന്നു. കാവ്യയെ സിനിമയിലേക്ക് എത്തിച്ചതും മകൾക്ക് പിന്തുണയായി ഒപ്പം നിന്നതുമൊക്കെ ഈ അച്ഛനും അമ്മയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അകാലത്തിലുണ്ടായ അച്ഛന്റെ വേർപാടിൽ തകർന്നിരിക്കുകയാണ് കാവ്യ. മാധവന്റെ ഏക മകൻ മിഥുനും മരുമകൾ റിയയും വളരെയേറെ വർഷങ്ങളായി സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. മരണവിവരമറിഞ്ഞ് അവരും നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.